എക്സ്ക്യൂസ് മീ, ഈ ക്രിസ്റ്റി വില്ല എവിടെയാ? ഒരു വൺ മിസ്റ്റർ റൊസാരിയോ ഫെർണാണ്ടസ്. ക്രിസ്റ്റി വില്ല? Go straight. First turn to the right. Third house. Thank you. Welcome. മിസ്സിസ് റൊസാരിയോ. Sorry, wrong house. Wrong house എന്ന് പറഞ്ഞാ ക്രിസ്റ്റി വില്ല അല്ലേ ഇത്? Sorry. Nawab, keep quiet. മാഡം, മിസ്സിസ് റൊസാരിയോ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? അല്ല, ഇപ്പൊ ഇവിടെ താമസിക്കുന്ന മിസ്റ്റർ ഡേവിസ് ആന്റണി. ഐ ആം മിസ്സിസ് ഡേവിസ്. നിങ്ങൾ മിസ്സിസ് റൊസാരിയോയുടെ? ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. There is nobody in that name staying here. Say മിസ്സിസ് ഡേവിസ്, ഞാനൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. You are? Yes, പോലീസ് എന്നാണ്. Davis? Yes. Who is it, darling? What's your problem, man? I am Haridas Damodaran, TSP. ഞങ്ങളിത് റൊസാരിയോ ഫാമിലിയുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങുകയായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഹാർഡ്ലി 1 year. ഞങ്ങൾക്ക് ഈ പറയുന്ന റൊസാരിയോക്കാരെ ആരെയും വലിയ പിടിയൊന്നുമില്ല. വലിയ പിടിയൊന്നുമില്ലല്ലോ, ഒട്ടും അറിയാതവരില്ലല്ലോ. ഇല്ല സർ, അപ്പോൺ ഗോഡ് ഇല്ല. അവരുടെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ ഈ വീട് വിലക്ക് വാങ്ങിയത്? അപ്പൊ അത്രയെങ്കിലും പരിചയം കാണാതിരിക്കില്ലല്ലോ. പക്ഷേ അത് മിസ്സിസ് റൊസാരിയോ, ഐ മീൻ ശ്രീദേവി റൊസാരിയോ ഇപ്പൊ എവിടെയുണ്ട്? അവരുടെ ഇപ്പോഴത്തെ അഡ്രസ് നിങ്ങളുടെ കയ്യിലില്ലേ? സാർ, അവർ മരിച്ചുപോയി. ഷീ ഈസ് നോ മോർ. എങ്ങനെ? സോറി, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി അതും സൂയിസൈഡോ അങ്ങനെ വല്ലതും ആണോ? അറിയില്ല സർ. മിസ്റ്റർ റൊസാരിയോയുടെ സൂയിസൈഡ് ആയിരുന്നല്ലോ, ബോംബെയിൽ ഒരു ഹോട്ടലിൽ കിടന്നു. ദാറ്റ്സ് ട്രൂ. ഭാര്യയോ? അറിയില്ല സാർ. എന്റെ അറിവ് അതൊരു സാധാരണ ഡെത്ത് ആയിരുന്നു. ഏതോ ഹോസ്പിറ്റലിൽ കിടന്ന്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഓൾസോ പ്രിമച്വർ. അവർക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങൾ ഈ വീട് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ട് വന്ന് വാങ്ങിയതാ. ആരുടെ കയ്യിൽ നിന്ന്? ശ്രീദേവി റൊസാരിയോയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ആ സ്ത്രീയുടെ പേരിലായിരുന്നു വീട്. അവർക്ക് മക്കളില്ലായിരുന്നു? ഒരു മകനുണ്ടായിരുന്നു, ക്രിസ്റ്റഫർ. അയാളുടെ പേരാ വീടിന് ഇട്ടിരിക്കുന്നത്, ക്രിസ്റ്റി വില്ല. അവനും ഇല്ല, എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കേട്ടത് അവന് തലയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. അത് കാരണം എങ്ങോട്ടാ പോയതെന്ന്. My God. It is strange. ഒരു കുടുംബം ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷമാവുക. മദർ മരിച്ചതിന് ശേഷം മകനെ പറ്റി ആരും അന്വേഷിച്ചില്ല. പിന്നെ ഹി വാസ് മാഡ് ആൾസോ. അങ്ങനെ 1.5 വർഷം ആരും താമസമില്ലാതെ കിടന്നതിന് ശേഷമാണ് ഈ വീട് അവർ വിറ്റത്. എനിക്ക് ശ്രീദേവി റൊസാരിയോയുടെ അച്ഛന്റെ അഡ്രസ് ഒന്ന് വേണം. അതിപ്പോ അത് ഈ വീടിന്റെ വിലയാധാരത്തിൽ കാണും. ക്യോക്ക് ക്യോക്ക്. അത് കുറെ ദൂരെയാ, ഇവിടെങ്ങുമല്ല. സാരമില്ല. നിങ്ങൾക്ക് ആ ഫാമിലിയെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? അപ്പോൺ ജീസസ്, ഇത്രയൊക്കെ അറിയുള്ളൂ സാർ. ഇത് തന്നെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ളതാ. ഓക്കെ, എങ്കിൽ അയൽക്കാരോട് കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കി വെക്കണം. എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. അപ്പോ ഈ ഫാമിലിയുമായിട്ട് അടുത്ത് പെരുമാറിയുന്ന ആളുകൾ, ജോലിക്കാര്, അവരെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ആളുകൾ, ഇവരെയൊക്കെ ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കണം. യെസ് സർ. CK ഗോപാല മേനോൻ,